അസ്സലാമലൈക്കും. ഇന്നിപ്പോൾ ഇതാ പെരുന്നാളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരൊക്കെ അവരുടെ എല്ലാ സന്തോഷങ്ങളും അവിടെ കാട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ അവർ കളിക്കുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റി അവരൊക്കെ ഒരുങ്ങിയൊക്കെ ശേഷം ഇപ്പോൾ വന്നിട്ട് അവർ കളിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗത്ത്. ഇപ്പോൾ അവിടെ വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ മണ്ണും മണലൊക്കെ കാണുമ്പോൾ അവർക്ക് അത് നല്ല സന്തോഷമാണല്ലോ. അപ്പോൾ അതിൽ അവർ കളിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മധുഹൂത്താണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതിന് മുമ്പിട്ട് നിങ്ങൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വേണ്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്, നിങ്ങൾക്ക് സുഖമായിരിക്കണം എല്ലാവർക്കും. ഈദ് മുബാറക്ക്. അപ്പോൾ നമുക്കിത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സവോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ നന്നായിട്ട് തൊലിച്ച് ഒക്കെ വൃത്തിയാക്കിയ ശേഷം വാഷ് ചെയ്ത ശേഷം അതൊക്കെ അരിഞ്ഞ് തക്കാളിയും ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ അതിലേക്കതാ മസാല തയ്യാറാക്കാനാണ്. ചിക്കൻ ക്യൂബ്സ്, വഴനയില, പട്ട, കറാമ്പ്, ഏലക്കായ്, നല്ല ജീരകം, പെരുംജീരകം, കുരുമുളക്, ഉണക്ക നാരങ്ങ ഇതൊക്കെ എടുക്കുക. അതിന് ശേഷം ക്യാപ്സിക്കം, മല്ലിയില, പുതിനയില. ഇപ്പം നമുക്കിനി ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മസാലയാണ്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ ഇത് വാങ്ങിക്കാനും കിട്ടും. അറബിക് മസാല അതുകൊണ്ട് വാങ്ങിക്കാനും കിട്ടും. ഇത് നമുക്ക് ഉണ്ടാക്കാം. ആ നാരങ്ങയൊക്കെ ഒന്ന് ഉടച്ച ശേഷം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചിട്ട് നമുക്കത് ഇറച്ചിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇറച്ചിയിൽ പൊടി അങ്ങോട്ട് ഇട്ട ശേഷം നമുക്ക് തക്കാളിയും സവോളയും പിന്നെ ക്യാപ്സിക്കം, മല്ലിയിലയും പുതിനയിലയും പിന്നെ അതിലേക്കുള്ള ഇഞ്ചി പച്ചമുളക് ചതച്ചത്, പിന്നെ ചിക്കൻ ക്യൂബ്സ് നമ്മളൊന്ന് പൊടിച്ചിടുക. ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. നമുക്ക് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ട ശേഷം ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് നല്ല നേരടി എടുക്കുക. ഒന്നുമില്ലെങ്കിൽ തക്കാളി നമുക്ക് ജ്യൂസാക്കി എടുത്താലും മതി. തക്കാളി നമുക്കൊന്ന് നന്നായി മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചാലും മതി. എല്ലാം പറഞ്ഞാൽ ഇങ്ങനെ നിരടിയിട്ട് നല്ലോണം അതിൽ ഇറച്ചിയിൽ പിടിക്കണ പോലെ നമുക്ക് ഒഴിക്കുക. ഇനി നമുക്കിത് 1 മണിക്കൂർ പിന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബസ്മതി റൈസാണ്, സെല്ല റൈസില്ലേ, അത് നന്നായി കുതിർത്ത് അത് വാഷ് ചെയ്ത് അത് നമുക്ക് ഒന്ന് വേവിച്ച് അതിൽ കൂടെ നമ്മൾ ഒരു ഉണക്ക നാരങ്ങ 2 പട്ട കറാമ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുക. അതായത് 80% വേവിച്ചെടുക്കുക നമ്മൾ. എന്നിട്ട് അത് ഊറ്റിയെടുത്ത ശേഷം നമ്മൾ ഇറച്ചി വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, ഇറച്ചിയും ഇതൊക്കെ കൂടിയിട്ട് മസാലയൊക്കെ കൂടി വേവിക്കാൻ വെച്ചിട്ട് അതിലിത് മേലെ ഇട്ടിട്ട് ഒന്ന് ദമ്മാക്കി എടുത്ത ശേഷം നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ച് ചിക്കൻ മദ്ഹൂത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.